നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. അപ്പം നമ്മുടെ ഈ ഡ്രൈവർ മേഖലയിലോട്ട് പുതുതായിട്ട് കടന്നു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആഗ്രഹിച്ച് വരുന്നവരുണ്ട്, ഈ വണ്ടി ഫീൽഡിലോട്ട് ഇറങ്ങിയ കൊള്ളാമെന്ന് പറഞ്ഞിറങ്ങുന്നവരുണ്ട്, ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരുണ്ട്, ഇതുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകണം എന്ന് കരുതി ഇറങ്ങുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഈ മേഖലയിലോട്ട് കടന്നു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാൻ, പുതിയ വാഹനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് വണ്ടിയുടെ കാര്യങ്ങളാണ്. നമ്മൾ CNG വണ്ടിയുണ്ട്, പെട്രോൾ വണ്ടിയുണ്ട്, ഡീസൽ വണ്ടിയുണ്ട്, ഡീസലും CNGയും ഉണ്ട്, ഇപ്പോൾ ഇലക്ട്രിക്കും ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇലക്ട്രിക്കിൻ്റെ കാലഘട്ടമായിരിക്കും. ഇലക്ട്രിക് മേഖലയിലേക്കാണ് വണ്ടികൾ കൂടുതലും ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിയുക. ഡീസലും പെട്രോളും എല്ലാം ഒഴിവായി മാറും. പുതുതായിട്ട് എടുക്കുന്ന മിക്ക ആൾക്കാരും ഇലക്ട്രിക് വണ്ടിയാണ് ഇറങ്ങുന്നത്. ഇലക്ട്രിക് വണ്ടി വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയപ്പോൾ മൈലേജ് കുറവായിരുന്നു, പിന്നെ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല മൈലേജുള്ള വണ്ടി ഇറങ്ങിക്കണം. നമുക്കൊരു ആവറേജ് ഒരു 350 പുറത്ത് മൈലേജ് കിട്ടുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് ഇറങ്ങിത്തുടങ്ങിയതേ ഉള്ളൂ, ഇറങ്ങിത്തുടങ്ങി കുറച്ച് കാലമായി ആയുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. മുക്കിന് ഇത് ചാർജിങ് സ്റ്റേഷനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പരിമിതി നമുക്കുണ്ട്. കാരണം അറിയാമല്ലോ, ഇത് ചാർജ് ചെയ്ത് അവിടെ കിടക്കും, പിന്നെ നമുക്ക് ചാർജ് ചെയ്തേ എടുക്കാൻ പറ്റും, ചാർജ് ചെയ്തേ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻ രണ്ടെന്ന് പറഞ്ഞാൽ മൈലേജ്, എന്തുമാത്രം മൈലേജ്, മാക്സിമം മൈലേജ് ഇപ്പോൾ 300 വരെ മൈലേജ് ഉള്ളത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് 300 പറഞ്ഞാൽ 250 കണക്ക് കൂട്ടിയാൽ മതി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആ ഓട്ടം കണക്ക് കൂട്ടി അറിയാമല്ലോ, നമുക്ക് ഒരു ദിവസം കുത്തിയിട്ടാൽ ഓടാൻ പറ്റുന്ന രീതിയിലുള്ള മൈലേജ് ഒരു 350 ആ റേഞ്ച് മൈലേജ് ഉള്ളത് ഇനിയിപ്പോൾ ഇറങ്ങും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇറങ്ങും, 350 ഇറങ്ങും. നമ്മൾ ഇപ്പോഴത്തെ വണ്ടി വില വെച്ച് തന്നെ ഒരു വലിയ വ്യത്യാസമില്ലാതെ 350 മൈലേജ് വരുന്ന വണ്ടിയിൽ ഇറങ്ങും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്റ്റാൻഡുകളിൽ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക വണ്ടിയെക്കുറിച്ച്. എല്ലാവരും കൃത്യമായിട്ട് പറയണമെന്നില്ല, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കുക. പല കമ്പനികളുടെ വണ്ടികളുണ്ട്, ബജാജ്, മഹേന്ദ്ര, അങ്ങനെ കുറേ, കോൺട്ര, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഏത് വണ്ടിയാണ് ബെറ്റർ എന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളിപ്പം ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏത് വണ്ടിയാണ് മെയിൻ്റെനൻസ് കുറവ്, പിന്നെ സർവീസ്, ഉത്തരവാദിത്തമുള്ള സർവീസ് ചെയ്യുന്നത്. സർവീസ് അവർ വാറണ്ടി പറയും. അപ്പോൾ 1.5 ലക്ഷം കിലോമീറ്റർ വാറണ്ടി, അല്ലെങ്കിൽ പിന്നെ 5 വർഷം വാറണ്ടി, അങ്ങനെ പറയും. നമുക്ക് ഈ പറഞ്ഞ പോലെ 1.5 ലക്ഷം കിലോമീറ്റർ വാറണ്ടി എന്ന് പറഞ്ഞാൽ ഫുൾ 1.5 ലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ പകുതി കൂട്ടിയാൽ മതി. നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ ഓടുന്നവരാണെങ്കിൽ പകുതി 75,000 കിലോമീറ്റർ വൺ സൈഡ് ഓടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴത്തേക്ക് നമുക്ക് 1.5 ലക്ഷം കിലോമീറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ടൊക്കെ വേണം യാത്രയ്ക്ക് ഇറങ്ങാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾ ഈ പറഞ്ഞ വാറണ്ടിയൊക്കെ തരുന്നെങ്കിൽ പോലും റീപ്ലേസ്മെൻറ്റും മെക്കാനിക്കലിനൊക്കെ ഒരുപാട് താമസം വരുന്നുണ്ട്. കാരണം ഇതിന് ഒരുപാട് വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല. മിക്കതും ഷോറൂമിൽ തന്നെയാണ് ഇതിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളും. പുറമേ ഒന്നും ചെറിയ ലോക്കൽ വർക്ക്ഷോപ്പുകളൊന്നും ഇറങ്ങിയിട്ടില്ല ഈ ഇലക്ട്രിക് വണ്ടികളുടെ. അപ്പോൾ അത് വലിയൊരു വിഷയമാണ്. കാരണം നമ്മളിപ്പോൾ ഡീസൽ വണ്ടിയെ സംബന്ധിച്ചും പെട്രോൾ വണ്ടിയെ സംഭവിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടി എവിടെ വേണമെങ്കിലും കയറ്റി പണിയാൻ പറ്റും. ഇപ്പോൾ ഡീസൽ തീർന്നാലോ എവിടെയെങ്കിലും കയറി അടിക്കാൻ പറ്റും. പക്ഷേ ഇലക്ട്രിക് വണ്ടിക്ക് അത് പറ്റത്തില്ല. ഇലക്ട്രിക് വണ്ടിക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് അത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ വഴിയിലാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ചാർജ് തീർന്ന് വഴിയാവുന്നല്ല പറയുന്നത്, ഇറങ്ങണം. ഇനി മുക്കിന് ഇതുപോലെ ജംഗ്ഷനിലൊക്കെ വണ്ടി ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനുകൾ വരണം, ചാർജിങ് പോയിന്റുകൾ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ ചാർജർ നമ്മൾ വണ്ടി കൈ വെച്ചിരുന്നാൽ മതി. നമുക്ക് പോകുന്ന വഴിക്ക് ചാർജിനനുസരിച്ച് കുത്തിയിടാൻ പറ്റും. പിന്നെ നമ്മൾ ഓട്ടം പോകുന്ന സമയത്ത് കുത്തിയിടാൻ നടക്കാനില്ല. കാരണം യാത്രക്കാരെ കൊണ്ട് പോകുമ്പോൾ യാത്രക്കാർക്ക് അത് മുഷിച്ചിട്ടാണ് നടക്കുക. ലോങ് ഓട്ടം പോയാൽ പോലും ഫാസ്റ്റ് ചാർജ് ആണെങ്കിൽ പോലും 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കുത്തേണ്ടി വരും. അപ്പോൾ അത്രയും നേരമൊന്നും യാത്രക്കാർ കിടക്കത്തില്ല, അവർക്കൊരു മുഷിച്ചിലുണ്ടാവും ആ വെയിറ്റ് ചെയ്യുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഓട്ടം പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലും കണ്ടുപിടിച്ച് ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം മൊബൈൽ ആപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ വിഷയമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. മൈലേജ് കൂടുന്നതനുസരിച്ച് വണ്ടികളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. 2027 ആകുമ്പോഴത്തേനും നല്ല വണ്ടികളൊക്കെ ഇറങ്ങുമെന്നാണ് പറയുന്നത്. പല കമ്പനികളും മൈലേജ് കൂട്ടി ഇറക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇറങ്ങി കഴിഞ്ഞ് 300 വരെ. അപ്പോൾ അതിൽ പുറത്തൊക്കെ വരുമ്പോഴേ നമുക്കൊരു 300 കിട്ടണമെങ്കിൽ 350 മൈലേജ് പറയണം. കമ്പനി 350 പറഞ്ഞാൽ 300 കിട്ടും. അത് കുഴപ്പമില്ല. അത് താഴ്ന്ന 180, 120, 130, 150 അല്ലെങ്കിൽ 200 അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് ലോക്കൽ ഓട്ടങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അത്യാവശ്യം ലോങ് ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരും. ഒരു ദിവസം 2 വട്ടമൊക്കെ ചാർജ് ചെയ്യേണ്ടി വരും. അതൊക്കെ വീട്ടിൽ പോയി കൊണ്ട് കുത്തേണ്ടി വരും. എന്നുവെച്ചാൽ ഇടയ്ക്കൊന്നും ഇപ്പം പറഞ്ഞ പോലെ വഴിയിലൊന്നും ഇതിന് ചാർജിങ് സ്റ്റേഷൻ ഒരുപാടായിട്ടില്ല, ഇറങ്ങിയിട്ടില്ലെന്നല്ല, ഉണ്ട്. KSEB അവിടെ ഇവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഇറക്കുന്നുണ്ട്. ഒരു പഞ്ചായത്ത് ഇത്ര വണ്ടി വരുമ്പോൾ ചാർജിങ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒത്തിരി അങ്ങ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം ഇലക്ട്രിക് വണ്ടി എടുക്കാൻ. ഇലക്ട്രിക് വണ്ടി കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ചാനലുകളിലൊക്കെ ഒരുപാട് ഇലക്ട്രിക് വണ്ടി ഇറങ്ങുന്നുണ്ട്, ഒരുപാട് വണ്ടി ഇറങ്ങി എല്ലാം ഓടുന്നുണ്ട്. ചില വണ്ടികളിൽ കമ്പനി നോക്കി തന്നെ എടുക്കുക.
നല്ല ബ്രാൻഡ് കമ്പനി തന്നെ എടുക്കുക കേട്ടോ. ലോക്കൽ കമ്പനി ഒന്നും എടുക്കാതിരിക്കുക. കാരണം ബ്രാൻഡ് കമ്പനി ആകുമ്പോൾ പക്ക വാറണ്ടിയും കാര്യങ്ങളെല്ലാം പക്കയാണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അവർ പെട്ടെന്ന് തന്നെ പണിഞ്ഞു തരും. വലിയ ഫേമസ് ആവാത്ത നോർമലുള്ള കമ്പനികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ 10-15 ദിവസമൊക്കെ വർക്ക്ഷോപ്പിൽ കയറ്റിക്കേണ്ട അവസ്ഥ വരും. പിന്നെ നമുക്ക് അതിൻ്റെ CC അടയ്ക്കാനൊക്കെ പാടാണ് ഓടിയെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ നോക്കി വേണം ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് ഇറങ്ങാൻ. പിന്നെ നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ, ഡീസൽ വാഹനങ്ങളെക്കുറിച്ച് വ്യക്തമായ വീഡിയോ ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഡ്രൈവറാണ്, ഇപ്പോൾ ഡ്രൈവർ മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു.